നമസ്കാരം. കോൺഗ്രസിന്റെ വിജയം അതിഭീകരമായിരുന്നു എന്ന് നമുക്കറിയാം. ദേശീയ തലത്തിൽ കോൺഗ്രസ് നടത്തിയ തിരിച്ചുവരവ് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലായിരുന്നു. അതുവരെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പോലും അറിയാത്ത ഒരു ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് കോൺഗ്രസ് ഇങ്ങനെ ത്രസിപ്പിക്കുന്ന ഒരു വിജയം നേടിയെടുത്തത്. ഇതോടെ എല്ലാ പ്രവർത്തകർക്കും ഇപ്പോൾ ഒരു ആവേശമൊക്കെ തോന്നുന്നുണ്ട്, ഒരു അഭിനിവേശമൊക്കെ തോന്നുന്നുണ്ട്. ഇനിയും പ്രവർത്തിക്കാനുള്ള ഊർജം അവരുടെ സിരകളിലേക്ക് നൽകിയത് സത്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെയാണെന്ന് പറയാം. രാജ്യമൊട്ടുക്ക് രാഹുൽ നടത്തിയ ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ യാത്രയും ഒക്കെ ഫലം കണ്ടു. രാഹുൽ ഗാന്ധിയെ പണി പഠിപ്പിക്കാനായി ഇറങ്ങിയ നരേന്ദ്രമോദി പണി പഠിച്ചു എന്ന് തന്നെ പറയാം. വാരണാസിയിൽ പോലും 8ന്റെ പണി കിട്ടി വീട്ടിലിരിക്കും എന്ന് കരുതാൻ കഴിയുന്ന അവസ്ഥയിൽ വരെ കൊണ്ടെത്തിച്ചതിന് പിന്നിലും റായ്ബറേലിയിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞതിന് പിന്നിലും അതേ രാഹുൽ ഇഫക്റ്റ് ഒന്ന് മാത്രമായിരുന്നു. ദേശീയ തലത്തിൽ അങ്ങനെ രാഹുൽ ഗാന്ധി ഹീറോയായി മാറിയപ്പോൾ കേരളത്തിന് വേണ്ടി ഒരു ഹീറോ അത് തീർച്ചയായും രാഹുൽ ഗാന്ധി അല്ല, വി ഡി സതീശനുമല്ല, കെ സുധാകരനുമല്ല. പിന്നെ ആര്? അതിന് ഉത്തരം കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പറഞ്ഞതിലുണ്ട്. കെ സിയുടെ നേതൃത്വത്തെ സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്നാണ് കെ സുധാകരൻ പറഞ്ഞു വെച്ചത്. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് എം ഹസനും പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ കെ സി വേണുഗോപാൽ നടത്തിയ ചിട്ടയായ പ്രവർത്തനം തന്നെയാണ് ഇത്തവണ മികച്ച നേട്ടം സ്വന്തമാക്കാൻ കോൺഗ്രസിനെ പ്രാപ്തരാക്കിയത്. കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന സംഘടനാ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കണ്ടെത്താൻ വേണ്ടി ക്ലസ്റ്റർ മോഡൽ നിർദ്ദേശിച്ചത് തന്നെ കെ സി വേണുഗോപാലാണ്. സത്യത്തിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ഇറങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ എം ആരിഫിന് നിലതെറ്റി എന്ന് തന്നെ പറയാം. കെ സിയെ പ്രതിരോധിക്കാൻ വേണ്ടി രാജസ്ഥാനിലെ ഒരു രാജ്യസഭാ സീറ്റ് മാത്രമാണ് CPM ഉയർത്തിക്കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് പ്രചരണായുധം. അതേസമയം അതൊന്നും ഉൾക്കൊള്ളാൻ ആലപ്പുഴയിലെ വോട്ടർമാർക്ക് സാധിച്ചില്ല. അക്ഷരാർത്ഥത്തിൽ അവർ മനസ്സുവെച്ചില്ല എന്ന് പറയുന്നതാകും ശരി. കെ സിയെ തകർക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ കരിമണൽ ഖനനവും കർത്തയുമായുള്ള ബന്ധവും ആരോപിച്ചുകൊണ്ടാണ് തീരദേശത്തേക്ക് ഇറങ്ങിയത്. അതും വേണ്ട വിധത്തിൽ BJPയെ അനുകൂലിച്ചില്ല. വളരെ കാലത്തിന് ശേഷം ആലപ്പുഴയിലേക്ക് തിരികെ എത്തിയ ഒരു രക്ഷകനെ കണ്ടതുപോലെയായിരുന്നു ആലപ്പുഴക്കാർക്ക് കെ സി വേണുഗോപാൽ. അതുകൊണ്ട് തന്നെയാണ് ആരിഫിന്റെ സിറ്റിംഗ് സീറ്റിൽ തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കെ സിക്ക് കഴിഞ്ഞത്. അങ്ങനെ ആലപ്പുഴയിൽ ഏകപക്ഷീയ ജയം നേടിയെടുക്കാൻ കെ സിക്ക് കഴിഞ്ഞു. കെ സിയുടെ കേരളത്തിലേക്കുള്ള വരവ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ഒരേ മനസ്സോടെയാണ് കാത്തിരുന്നത്. ആലപ്പുഴക്കാർ കാത്തിരുന്നത് തന്നെ സംഭവിക്കുകയും ചെയ്തു. മികച്ച സ്വീകരണം തന്നെയാണ് കെ സിക്ക് ആലപ്പുഴക്കാർ നൽകിയത്. എന്നാൽ ഇതിൽ മാത്രമാണോ കെ സിയുടെ സ്വാധീനമുള്ളത്? കേരളത്തിലെ വിഷയത്തിൽ കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സ്വീകരിച്ച നിലപാടും കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ചു. ചിലയിടത്ത് പാളിയെങ്കിലും ഷാഫി പറമ്പിലിനെ ഇറക്കിക്കൊണ്ട് വടകര പിടിക്കാനായി നടത്തിയ കെ സിയുടെ ശ്രമത്തെ ആത്മാർത്ഥമായി അംഗീകരിക്കുക തന്നെ വേണം. തുടക്കത്തിൽ തന്നെ കെ ശൈലജയ്ക്കുണ്ടായിരുന്ന മേൽക്കോമ അവസാനിപ്പിക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞു. ഇതിൽ കേരള ഘടകത്തിന് യാതൊരു പങ്കും അവകാശപ്പെടാൻ കഴിയില്ല. കേരളത്തിലെ സംഘടനയെ വളർത്തുന്നതിന് പകരം കെ സുധാകരനും വി ഡി സതീശനും എം ഹസനും രമേശ് ചെന്നിത്തലയും അടക്കം വിഭാഗീയതയ്ക്ക് ശ്രമിക്കുമ്പോഴും എങ്ങനെ കേരളത്തിൽ ശക്തമായ കെട്ടുറപ്പുള്ള ഒരു പാർട്ടിയാക്കി കോൺഗ്രസിനെ നിലനിർത്താമെന്ന് മാത്രമായിരുന്നു കെ സിയുടെ ചിന്ത. അതിനായി നടത്തിയ ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്തു. എന്നാൽ അതിനെതിരായും ചിലർ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലങ്ങൾ ഒരു ശാപം പോലെ പാർട്ടിയെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. എന്നിരുന്നാലും കെ സിയുടെ ഇഫക്റ്റ് പാർട്ടിയിൽ തന്നെയുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ കെ സുധാകരനെ വെട്ടിനിരത്താൻ വി ഡി സതീശൻ പക്ഷം ശ്രമിച്ചപ്പോഴെല്ലാം പാർട്ടി പ്രവർത്തകർ പാർട്ടിയിലെ നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്താണ് ഹൈക്കമാൻഡ് എന്ന നിലയിൽ നിന്നുകൊണ്ട് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് തന്നെ ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ എതിർവാദങ്ങളില്ലാതെ കെ സി നടത്തിയത്. ഈ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കാൻ കെ സുധാകരൻ വിരുദ്ധർക്ക് കഴിയാതെയും പോയി. രാഹുൽ ഗാന്ധിയുടെ പെട്ടിതാങ്ങി എന്ന് പല മാധ്യമങ്ങളും അദ്ദേഹത്തെ പരിഹസിച്ചപ്പോഴും തിരിച്ചറിയാതെ പോയ ഒന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ മുന്നിലേക്ക് നയിച്ച ശക്തി അത് കെ സി മാത്രം. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല കെ സി ഇഫക്റ്റ് പ്രവർത്തിച്ചതെന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും. കർണാടകയിലെ റിസോർട്ട് രാഷ്ട്രീയകാലം മുതൽ തന്നെ ദേശീയ തലത്തിൽ ശക്തമായ ഒരു പേരായി കെ സി വേണുഗോപാൽ മാറുമ്പോൾ ഒരു ചോദ്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കെ സി എത്തുമോ എന്നാണ്. അതിന് കെ സിയുടെ മറുപടി ഇങ്ങനെയാണ്: സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് മറുപടി. ഭരണമാറ്റത്തിനിടയിൽ ഇനി കെ സി കേരളത്തെ നയിച്ചാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല.